പ്രശ്നങ്ങളെയും മുതിർന്നവരുടെ മാനസികാവസ്ഥയിൽ അളക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരോട് പോട്ടെ, സാരമില്ല, കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നത്. കുട്ടികൾ എനിക്ക് എന്തും പറയാൻ എൻ്റെ പാരന്റ് ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടം, അതല്ലെങ്കിൽ അവർക്ക് ശരിയല്ല എന്ന് തോന്നിയ ഒരു കാര്യം നമ്മളോട് പറയാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വളരെ സില്ലി ആയിട്ട് അതിനെ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് നമ്മളിലുള്ളൊരു കോൺഫിഡൻസ്, ഒരു ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെടും. അവർ തന്നെ അതിനെ ലീഡ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ അതല്ലെങ്കിൽ അവർ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ കുട്ടികൾക്കും സങ്കടമുണ്ട്. അവർക്ക്, അതായത് നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് വളരെ സില്ലി ആയിട്ട് തോന്നുന്നത്. അവർക്ക് അതൊരു പക്ഷേ തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇനി നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് ലിസണർ ആവാം. കൃത്യമായിട്ട് കാര്യങ്ങളെ കേൾക്കാം. എന്നിട്ട് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അത് കൊടുക്കാം. അതല്ല സില്ലി ആയിട്ട് വിടേണ്ട കാര്യമാണെങ്കിൽ ഇന്ന റീസൺ കൊണ്ടാണ് അത് നമ്മൾ സില്ലി ആയിട്ട് എടുക്കേണ്ടത് എന്ന് കൃത്യമായി കാരണ സഹിതം അവർക്ക് വിവരിച്ചു കൊടുക്കാം. അങ്ങനെ കുട്ടിയുടെ കുട്ടി എന്ത് പറയാനും കേൾക്കാനായിട്ട് അടുത്ത് ഞാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നേടിയെടുക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.